ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുക എന്ന ഉദ്യമത്തിൻ്റെ ഭാഗമാണ് ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദിവസം 20. വായനാ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കുകയില്ലെങ്കിൽ ഞാൻ നിൻ്റെ രാജ്യത്തൊക്കെയും തവളയെ കൊണ്ട് ബാധിക്കും. നദിയിൽ തവള അനവധിയായി ജനിക്കും. അത് കയറി നിൻ്റെ അരമനയിലും ശയനഗൃഹത്തിലും കട്ടിൽമേലും നിൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും നിൻ്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടുകളിലും വരും. തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല ഭൃത്യന്മാരുടെ മേലും കയറും. യഹോവ പിന്നെയും മോശയോട്, മിസ്രയീം ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിന്മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ അഹരോൻ മിസ്രയീമിലെ വെള്ളങ്ങളിന്മേൽ കൈനീട്ടി തവള കയറി മിസ്രയീം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. എന്നാറെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിൻ. എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. മോശെ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹത്തെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നാളെ എന്ന് അവൻ പറഞ്ഞു. ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ. തവള നിന്നെയും നിന്റെ ഗൃഹത്തെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കിൽ നിന്ന് ഇറങ്ങി ഫറവോൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു. എന്നാൽ സ്വൈരം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്ക എന്ന് അഹരോനോട് പറക. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും പേൻ ആയിത്തീരും എന്ന് കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായിത്തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായിത്തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ രാവിലെ എഴുന്നേറ്റ് ഫറവോൻ്റെ മുമ്പാകെ നിൽക്കാം. അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. നീ എൻ്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗൃഹങ്ങളിലും നായീച്ചയെ അയക്കും. മിസ്രയീമ്യരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും. നാളെ ഈ അടയാളം ഉണ്ടാകും. യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോൻ്റെ അരമനയിലും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്ത് എല്ലായിടവും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. അപ്പോൾ ഫറവോൻ മോശയെയും
അഹ്റോനെയും വിളിച്ചു. നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിനെന്ന് പറഞ്ഞു. അതിന് മോശെ, അങ്ങനെ ചെയ്തുകൂടാ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ? ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം. അതിദൂരത്ത് മാത്രം പോകരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അതിന് മോശെ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും. നാളെ നായീച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോകും. എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. നായീച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി. എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേലരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയിച്ചു. ഇസ്രായേലിയുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. പിന്നെ യഹോവ മോശയോടും അഹ്റോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ച് വാരുവിൻ. മോശെ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു. മോശെ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നതുപോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നായി രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈനീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു. മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിൽ ഉണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കന്മഴ ഞാൻ നാളെ ഈ ദേശത്ത് പെയ്യിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആളയിച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക. വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കന്മഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും. ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ
ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു. പിന്നെ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കന്മഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കന്മഴയും അയച്ചു. നീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കന്മഴ പെയ്യിച്ചു. ഇങ്ങനെ കന്മഴയും കന്മഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രയീം ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കന്മഴ സംഹരിച്ചു. കന്മഴ വയലിലുള്ള സകല സത്യത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല. അപ്പോൾ ഫറവോൻ ആളയിച്ചു മോശയെയും അഹ്റോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിപ്പിൻ. ഈ ഭയങ്കരമായ ഇടിയും കന്മഴയും മതി. ഞാൻ നിങ്ങളെ വിട്ടേക്കാം, ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു. മോശെ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും. ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും, കന്മഴയും പിന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചണവും യവവും നശിച്ചുപോയി. യവം കതിരായും ചണം പൂത്തും ഇരുന്നു. എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല. മോശെ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കന്മഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല. എന്നാൽ മഴയും കന്മഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു. അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി. യഹോവ മോശെ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശയോട്, നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവിടെ മധ്യ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടുക്കിളിയെ വരുത്തും. നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കന്മഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്ത് വളർന്ന സകല വൃക്ഷവും തിന്നുകളയുകയും ചെയ്യും. നിന്റെ ഗൃഹങ്ങളും നിന്റെ സകല ഭൃത്യന്മാരുടെയും സകല മിസ്രയീമ്യരുടെയും വീടുകളും അതുകൊണ്ട് നിറയും. നിന്റെ പിതാക്കന്മാരെങ്കിലും പിതാക്കന്മാരെങ്കിലും ഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഇന്നുവരെ അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. പിന്നെ അവൻ തിരിഞ്ഞു ഫറവോന്റെ അടുക്കൽ നിന്നുപോയി. അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും? ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം. മിസ്രയീം നശിച്ചു പോകുന്നു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശെ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നോക്കുവിൻ,
ദോഷമുള്ളതാകുന്നു നിങ്ങളുടെ അന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവിൻ, ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, നിലത്തിലെ സകല സസ്യങ്ങളും കന്മഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രയീം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ തൻ്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്നു. മിസ്രയീമിൻ്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അത് ഭൂതലത്തൊക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി. കന്മഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രയീം ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. ഫറവോൻ മോശെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ചു. അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു. മിസ്രയീം രാജ്യത്തൊങ്ങും ഒരു വെട്ടുകിളി പോലും ശേഷിച്ചില്ല. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചിരുന്നില്ല. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതിന് മോശെ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമയാഗങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരേണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരേണം. ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല. ഫറവോൻ അവനോട്, എൻ്റെ അടുക്കൽ നിന്ന് പോക, ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശെ, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.